പത്തരമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് നമുക്ക് പോയാലോ. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ അനാമികയുടെ വക്കീലിൻ്റെ വാദം അങ്ങോട്ട് തുടങ്ങുകയാണ്. നമ്മുടെ അനന്തപുരി തറവാട്ടിലെ ഓരോ വ്യക്തികളെയും കോർട്ടിൽ കയറ്റി നിർത്തി താറടിക്കുന്ന രീതിക്കുള്ള ഓരോ ക്വസ്റ്റ്യങ്ങളാണ് നമ്മുടെ അനാമികയുടെയും വേണുവിൻ്റെ വക്കീൽ അങ്ങോട്ട് തകർത്തടിക്കണത്. ഓരോരുത്തരായിട്ട് ആദ്യം നമ്മുടെ അനിയെ നിർത്തി അനിയുടെ ഓരോ ക്രോസ് വിസ്താരങ്ങളും ചെയ്യുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ മുത്തശ്ശിയെ കൊണ്ടുവരുന്നുണ്ട്. മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ഈ എപ്പിസോഡുകളിലൂടെ കാണുന്നത്. അതായത് എത്ര വർഷമായി അടിമയായി ആ കുടുംബത്ത് അനന്തപുരി തറവാട്ടിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ആദ്യ ക്വസ്റ്റ്യൻ തന്നെ വക്കീൽ ചോദിച്ചത്. അപ്പോൾ അടിമയായിട്ടല്ല ഞാൻ അവിടെ ജീവിച്ചത്, എൻ്റെ ഭർത്താവ് തലയെടുപ്പുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ഭാര്യ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത്, അല്ലാണ്ട് അടിമകളായിട്ടല്ല. എന്നിട്ട് പിന്നെ മുത്തശ്ശീനെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് പെണ്ണുങ്ങളെയും കൊണ്ട് അനന്തപുരി തറവാട്ടിൽ അനിയുടെ റൂമിൽ കൊണ്ടുവരുന്നത് സ്വന്തം ഭാര്യയായ അനാമിക തടഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ അവളെ കരണത്തടിച്ചു എന്നും കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ മുത്തശ്ശിയോട് ചോദിച്ചു. ഇതൊക്കെ കേട്ടിട്ട് അവർ മൊത്തത്തിലങ്ങ് ഞെട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യങ്ങളാണ് നമ്മുടെ ഈ അനാമികയുടെ വക്കീൽ അനന്തപുരി തറവാട്ടിലെ മുത്തശ്ശിയോടൊക്കെ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത, നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഓരോ കൃത്യങ്ങളെക്കുറിച്ചാണ് അയാൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചുണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിയോടുള്ള ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു. പക്ഷേ അതിനൊക്കെ മുത്തശ്ശി പറഞ്ഞു, നിങ്ങൾ പറയുന്ന വക്കീലാണെന്ന് കരുതി നിങ്ങളുടെ വായി തോന്നുന്ന എല്ലാം വിളിച്ച് നിങ്ങൾ പറയണ്ട. എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും എല്ലാം അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് ജീവിച്ചത്. അപ്പോൾ പിന്നെ മുത്തശ്ശി ഒരു അടുത്തെടുത്തിട്ട ചോദ്യമാണ്, നിങ്ങളുടെ അതായത് ഇപ്പോഴത്തെ അനന്തപുരി തറവാട്ടിലെ MD ആയ ആദർശിൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടല്ലോ, ആ ഒരു കല്യാണത്തിന് മുന്നേ ആ ചന്തുമോൾ എന്ന് പറയുന്ന കുട്ടി ആരുടെ കുട്ടിയാണെന്നും അനഘ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തളർന്നു കിടക്കുന്നുണ്ട്, ആ കുട്ടിയൊക്കെ ഏതാണ്, ഇതൊക്കെയാണോ നിങ്ങളുടെ കുടുംബ പാരമ്പര്യം, ഇതൊക്കെയാണോ അകത്ത് നടക്കുന്നത്, എന്നിട്ട് വലിയ രീതിയിലുള്ള ട്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പുറമേ കാണിക്കുന്നത്, കുടുംബത്തിനകത്ത് നടക്കുന്ന കൊള്ളരുതായ്മ തരങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വക്കീലായ നവീൻ പറയുന്നുണ്ട്, ഒരു പ്രായമായ ഒരു അമ്മയോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളല്ല ഇതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് കോടതി നമുക്ക് കേസ് സംബന്ധമായിട്ട് പല ക്വസ്റ്റ്യങ്ങളും ചോദിക്കേണ്ടി വരും, താൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് നവീനോട് നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട്. അങ്ങനെ നവീൻ സൈലൻ്റ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ അനാമികയുടെ വക്കീലിന് ഈ സമയത്ത് ഏത് രീതിക്കുള്ള ഇങ്ങനത്തെ ക്രിമിനൽ ക്വസ്റ്റ്യങ്ങളാണെങ്കിൽ ചോദിക്കാവുന്ന മട്ടാണ്. അങ്ങനെ മുത്തശ്ശിയോടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ അനന്തമൂർത്തിയെയും ആദ്യ മരുമോളായ ദേവയാനിയെയും കോർട്ടിലോട്ട് വിളിക്കുന്നു. അവർ നിർത്തിക്കൊണ്ട് ഓരോ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് കല്യാണം കഴിഞ്ഞ് വന്ന നിങ്ങളുടെ മകൻ ആദർശ് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ മരുമകളെ നിങ്ങൾ ഏത് രീതിയിലാണ് സ്വീകരിച്ചത്, ആദ്യകാലങ്ങളിൽ നിങ്ങൾ ആ മരുമകളുമായിട്ട് എങ്ങനെയുള്ള ബന്ധമായിരുന്നുവെന്നും പിന്നീട് എപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടം വന്നതെന്നും നിങ്ങൾക്ക് എന്ത് രോഗമാണ് കരളിനുണ്ടായിരുന്നതെന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളാണ് വക്കീൽ അവിടെ നിരത്തുന്നത്. പക്ഷേ ദേവയാനി അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് മറുപടികളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യ സമയങ്ങളിൽ എനിക്കിഷ്ടമല്ലായിരുന്നു, ആദർശിനും അങ്ങനെ തന്നെയായിരുന്നു, പിന്നെ അത് മാറി അവസാനം എൻ്റെ കരൾ രോഗം വന്ന സമയത്ത് എൻ്റെ മരുമകളായ നയനയാണ് എനിക്ക് കരൾ തന്നതെന്നും അതോടുകൂടി ഇതിലെ സത്യങ്ങൾ എന്താണ്, എനിക്ക് ആ രോഗം വരാനുണ്ടായ കാരണവും പാലിൽ ഞാൻ കുടിച്ച പാലിൽ വിഷം ചേർത്ത് അനാമികയുടെ അമ്മയും കൂടെ തന്നതിൻ്റെ പേരിലാണ് എനിക്ക് ഈ അവസ്ഥ വന്നതെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നവ്യയുടെ കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട്. നവ്യയ്ക്ക് കൊടുക്കാൻ നയന കാച്ചിയ പാലാണ്, അപ്പോൾ അതിൽ ഒരിക്കലും നയന അത് ചെയ്യില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കോടതി അംഗീകരിക്കില്ല എന്നുള്ള വാദമാണ് നമ്മുടെ അനാമികയുടെ വക്കീൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനന്തപുരി തറവാട്ടിലെ അവരറിഞ്ഞതും അറിയാത്തതുമായ പല രീതിയിലുള്ള കാര്യങ്ങളാണ് വക്കീൽ കോടതി മുമ്പാകെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മൂർത്തിയോടും ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം മൂർത്തിയോട് പറയുന്നുണ്ട്, ഇത് കോടതിയാണ്, എൻ്റെ മുമ്പിൽ വെച്ച് അവരുടെ കക്ഷിയായ വേണുവിനെ തല്ലിയതുപോലെ ഇനി വക്കീലിനെ എങ്ങാനും തല്ലാൻ തോന്നിക്കഴിഞ്ഞാൽ മൂർത്തി സാറേ കേസ് വേറെ ലെവലാവും. അപ്പോൾ മൂർത്തി പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെ ഏത് രീതിയിൽ മറ്റുള്ളവരുടെ അടുത്ത്
സമയത്ത് പെരുമാറണം എന്നുള്ളതൊക്കെ എനിക്കറിയാം, അതിനുള്ള സാമാന്യ ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും അനന്തപുരി തറവാട്ടിലെ ഓരോ വ്യക്തികളെയും താറടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യങ്ങളാണ് വക്കീൽ ചോദിക്കുന്നത്. പക്ഷേ നവീന് ഒന്നും അങ്ങോട്ട് എന്ന് വെച്ചാൽ ഒന്നും പറയാനായിട്ട് പറ്റിയ കാര്യങ്ങളല്ല. ഈ അനാമികയുടെയും അനിയുടെയും കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ വന്നത്. അവരെ തറവാട്ടിൻ്റെ പാരമ്പര്യത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പല ക്വസ്റ്റ്യങ്ങളാണ് വളച്ചൊടിച്ച രീതിയിൽ ഈ വക്കീൽ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റ് വ്യക്തികളെ കേൾക്കാൻ പാകത്തിന്. ഒരു ഇത്രയും വലിയൊരു അറിയപ്പെടുന്ന ഇത്രയും വലിയൊരു കുടുംബത്തിൽ ചില അവരുടേതായിട്ടുള്ള സ്വകാര്യ കാര്യങ്ങളൊക്കെ മറ്റുള്ള വ്യക്തികളും കൂടെ അറിയാൻ പാകത്തിന് കുറച്ച് ഉപ്പും മുളകും ഒക്കെ ചേർത്തുള്ള രീതിയിലാണ് നമ്മുടെ വക്കീൽ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അവർക്കതിനൊന്നും കേട്ട് നിൽക്കാനല്ലാണ്ട് എല്ലാത്തിനും മറുപടി കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷനൊന്നും അവർക്കും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വക്കീൽ അനന്തമൂർത്തിയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ കുടുംബത്തിലെ ഒരു വലിയ രാജാവും അതിനകത്ത് കുറേ പ്രജകളും അതിലെ പെണ്ണുങ്ങൾ മുഴുവൻ വന്നു കയറിയ പെൺകുട്ടികൾ മുഴുവൻ അടിമകൾ. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, വന്നു കയറിയ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ നമ്മളല്ലേ സാറേ പറയേണ്ടത് അവിടെ അടിമകളാണോ ഞങ്ങൾ എന്നുള്ളത്. ഞങ്ങൾ എന്തായാലും അടിമകളല്ല. ഇനി അപ്പോൾ നമ്മുടെ മൂർത്തി പറയുന്നുണ്ട്, കുടുംബത്തിനകത്തുള്ള പെണ്ണുങ്ങൾ എന്തായാലും അവർ അടിമകളായിട്ടാണ് അവിടെ ജീവിക്കുന്നതെന്ന് പറയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോയവളെ അങ്ങനെ പറയുള്ളൂ, പല ഇല്ലാ കഥകളും പറഞ്ഞു പരത്തുള്ളൂ എന്ന് നമ്മുടെ മൂർത്തി പറയുന്നുണ്ട്. എന്തായാലും മുത്തശ്ശനെയും അനന്തമൂർത്തിയെയും മൂത്ത മരുമകളായ ദേവയാനിയോടുള്ള കുറേ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ച് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അവരോടുള്ള ചോദ്യങ്ങളൊക്കെ നിർത്തി. അതിനുശേഷം അതിൻ്റെ ഇടയിൽ ആദർശനും നയനയും ചോദ്യം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അനിയെ കോർട്ടിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, പബ്ലിക്കായിട്ട് ഇത്രയും ആൾക്കാർ കേൾക്കെ സ്വന്തം ഭർത്താവിനെ ഇനിയെങ്കിലും നല്ല രീതിയിലാക്കി എടുക്കാം, ഒരു കോംപ്രമൈസിന് വേണ്ടി വന്ന ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പബ്ലിക്കായിട്ട് തല്ലിയ താൻ ഒരു ആണാണോടോ, സ്ത്രീകളെ തല്ലുന്നത് ആണത്വമാണോ എന്നുള്ള രീതിയിൽ അനാമികയുടെ വക്കീൽ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനി ആദ്യം ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ അനി പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഇപ്പോഴും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, ഞങ്ങളെല്ലാം വളർത്തി വലുതാക്കി ഞങ്ങളുടെ മുത്തശ്ശനെ ആ രീതിയിൽ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഒരാണായ ഞാൻ അത് കേട്ട് നിൽക്കുന്നത് വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. ഞാൻ അറിയാണ്ട് ഞാൻ പ്രതികരിച്ചു പോയതാണ് എന്നുള്ള കാര്യം കോടതി മുമ്പാകെ തന്നെ അനി സമ്മതിക്കുന്നുണ്ട്. ഈ സമ്മതം കിട്ടിയ ഉടനെ വക്കീൽ അങ്ങോട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ സാറേ, എൻ്റെ കക്ഷിയെ തല്ലി, പബ്ലിക്കായിട്ട് തല്ലി എന്നുള്ളത് അഹങ്കാരത്തോടു കൂടെയാണ് അവൻ പറയുന്നത്, മിസ്റ്റർ അനി പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ കുടുംബത്തിൻ്റെ പാരമ്പര്യവും അവരുടെ മക്കളും ചെറുമക്കളും ഒക്കെ വളർന്ന രീതിയും അവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. പാവപ്പെട്ട പെൺകുട്ടികളെ മെക്കിട്ട് കയറി അവരെ ഇതേപോലെ വിവാഹം ചെയ്ത് അവരെ ഇതുപോലെ വലിച്ചെറിയുന്ന ഒരു പ്രവണതയാണ് ഇതുപോലെയുള്ള കുടുംബക്കാർ. പണം വേണ്ട, കോടികൾ എന്ത് ചെയ്യണമെന്ന് കോടികൾ സമ്പാദിച്ച് അതെന്ത് ചെയ്യണമെന്നറിയാതെ അമ്മാനമാടുന്ന കുടുംബങ്ങൾക്ക് ഇതൊന്നും വലിയൊരു സംഭവമല്ല. പക്ഷേ ഇതിൽ പെട്ടുപോകുന്നത് സാധാരണക്കാരായ പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞ് അനാമികയെ കുറിച്ച് അങ്ങോട്ട് വാഴ്ത്തുകയാണ് നമ്മുടെ വക്കീൽ. അങ്ങനെ കേസിൻ്റെ ഏകദേശം ഒരു ഫസ്റ്റ് ഡേ തന്നെ വളരെ മോശമായ രീതിയിൽ അനന്തപുരി തറവാട്ടിനെ മൊത്തം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ വക്കീൽ അനാമികയുടെ വക്കീൽ താറടിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ ജഡ്ജി ഈ കേസ് വാദങ്ങളൊക്കെ കേട്ട ശേഷം, നവീൻ ഇതുവരെ ഒരു ഇതും സംസാരിച്ചിട്ടില്ല. നമ്മുടെ അനാമികയുടെ വക്കീലിൻ്റെ വാദമാണ് ഇന്ന് കഴിഞ്ഞത്, അനന്തപുരി തറവാട്ടിലെ ഓരോരുത്തരെയായിട്ട് നിർത്തി. അപ്പോൾ ഇനി അടുത്ത ഡേറ്റിലോട്ട് നമ്മുടെ ഇത് കേസ് നീട്ടി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോവാണ്. അപ്പോൾ ആ സമയത്ത് അനാമികയും അച്ഛനും വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഒരു പൊടിപൂരം കണ്ട് ഇറങ്ങിയതുപോലെ ഉണ്ടല്ലോ മോളെ എന്ന് വേണു അനാമികയോട് പറഞ്ഞപ്പോൾ, അച്ഛാ ഇനിയിപ്പോൾ ആ മൂർത്തി നമ്മളെങ്ങനെ ഇവിടെ ഇട്ട് തല്ലുമോ? പിന്നെ തല്ലണമെങ്കിൽ തല്ലട്ടെ മോലെ, തല്ലണമെങ്കിൽ തല്ലിക്കോട്ടെ അങ്ങേര്. പക്ഷേ ഇപ്പോൾ വേണമെങ്കിൽ അയാളൊന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടോ, എന്തെങ്കിലും കോംപ്രമൈസിന് ഒന്ന് ഒത്തുതീർപ്പിന് വല്ല ശ്രമിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മൂർത്തി കടന്നു വരികയാണ്. എന്നിട്ട് വന്ന ശേഷം ഇവരെ മുമ്പിൽ നിന്നിട്ട് പറയുന്നുണ്ട്, വേണു അങ്ങ് തകർക്കുകയാണ് സാറേ, ഇപ്പോൾ വേണമെങ്കിലും സാറിന് ചിന്തിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ മൂർത്തി ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ കൈ രണ്ടും ചുരുട്ടി ഒന്ന് വെച്ചിട്ട് മൂർത്തി പറയുന്നുണ്ട്, അതെ എടോ, കേസ് വാദിച്ച് ഈ
ഇനി ജയിലിൽ ഞങ്ങളായാലും അന്തസ്സോടെ പോയി ഞങ്ങൾ ജയിലിൽ കിടക്കും. പക്ഷേ ജയിലിൽ കിടക്കുമ്പോഴും നീ ഒരു കാര്യം ഓർത്തണം, ആ കയറുന്നതിന് മുന്നേ നീ നിൻ്റെ കുടുംബം പിന്നെ ഈ ലോകത്തുണ്ടാവില്ല എന്ന രീതിയിൽ വെല്ലുവിളിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ വേണു ഒന്ന് പേടിച്ച് ഭയന്ന് ഞെട്ടിത്തെറിക്കുകയാണ്. എന്താണ് പറയണെന്നുള്ള കാര്യം പേടിയാണ്. കാര്യം എന്ന് വെച്ചാൽ അതിനുള്ള പണവും സ്വാധീനവും എല്ലാം വേണുവിനും അവരുടെ കുടുംബത്തിനും അനന്തപുരി തറവാട്ടിന് ഇന്നുണ്ട് എന്നുള്ള ബോധം നമ്മുടെ വേണുവിനും അനാമികയ്ക്കും നന്നായിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇത് എത്രത്തോളം പോകും, അവസാനമാണെങ്കിലും വക്കീൽ മേടിച്ച് തരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതൊന്നുമല്ല, പൊടിപൂര ഇനി കിടക്കുന്നതേ ഉള്ളൂ. നമ്മുടെ അനന്തപുരി തറവാട്ടിലെ നരസിംഹം, നമ്മുടെ വക്കീലായ നരസിംഹത്തിൻ്റെ ചെറുമകൻ നവീൻ രംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തൊലി ഉരിച്ചിറക്കുന്ന കണക്ക് ഓരോന്നിനെയായിട്ട് ഉരിച്ചിറക്കും. വേണുവും മകളും അമ്മയും ഒക്കെ ഇനി ഒന്നൊന്നായി എണ്ണി ഓരോന്നിനും മറുപടി പറയേണ്ടതായി തന്നെ വരും. അപ്പോൾ എന്തായാലും ഈ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാം പത്രമാറ്റ് സീരിയൽ ഏതെല്ലാം വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന്. ഓരോരുത്തരെയും കോട്ടി നിർത്തി നവീൻ പൊരിക്കുന്ന രംഗം കണ്ടു തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ പ്രൊമോ വീഡിയോ എല്ലാ ദിവസവും കൃത്യസമയത്തെത്തും. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ പത്രമാറ്റ് സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ടേക്ക് കെയർ.